ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ സമർപ്പണത്തെ ധ്യാനിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനായി പ്രത്യാശയോടെ ഒരുങ്ങുന്ന നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് തിരുവചന സന്ദേശമായി നൽകപ്പെട്ടിരിക്കുക. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെ. പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പാടുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. മോസസും ഹന്നയും പ്രവാചകന്മാരും ഒക്കെ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തുതിഗീതം ആലപിക്കുന്നു. വലിയവനായ ദൈവം തൻ്റെ മഹത്വപൂർണമായ കൃപയാൽ എല്ലായിടത്തും സംരക്ഷിച്ച് രക്ഷയിലേക്ക് നയിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ പ്രതി ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കൃപയുടെ പ്രവൃത്തിയാണ് ദൈവത്തെ സ്തുതിക്കുക, അവിടുത്തെ ആരാധിക്കുക, അവിടെ നൽകിയ നന്മകൾക്ക് നന്ദി പറയുക. സ്തോത്രഗീതം ഒരു നന്ദിയുടെ ഗീതമാണ്. പരിശുദ്ധ അമ്മ ഇന്നേ ദിവസം സുവിശേഷത്തിൽ സ്തോത്രഗീതം പാടുന്നതായി നമ്മൾ കാണുന്നു. അതെ, സ്വർഗത്തിലെ ദൈവം ലോകരക്ഷയ്ക്കായി തൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് തന്നെ സമർപ്പിക്കുവാൻ അവൾ യോഗ്യയായി. സ്വർഗം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അവൾ ആ സമർപ്പണത്തെ ബലപ്പെടുത്തുകയും കൂടുതൽ കൃപയോടെ ആ നന്മയിൽ നിലകൊള്ളുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ സമർപ്പണം ഭൂമിക്ക് മുഴുവനും രക്ഷയുടെ മഹത്തായ സന്ദേശം നൽകി. അങ്ങനെയെങ്കിൽ ദൈവജനമായ നമ്മൾ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാൻ കടപ്പെട്ടവരാണ്. മറിയം രക്ഷകനായ ദൈവത്തെ അത്യധികം വാഴ്ത്തി സ്തുതിക്കുകയും ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് പരിശുദ്ധ അമ്മ ഉദ്ഘോഷിക്കുമ്പോൾ ദൈവത്തെ വലിയവനായി കാണാനും സർവശക്തനായി ഏറ്റുപറയുവാനും പരിശുദ്ധ അമ്മ പരിശ്രമിക്കുന്നുണ്ട്. നമുക്കും പരിശുദ്ധ അമ്മയുടെ ഈ സമർപ്പണം ഭൂമിക്ക് മുഴുവൻ അനുഗ്രഹമായതുപോലെ നമ്മുടെ വ്യക്തിജീവിതം ദൈവസ്നേഹത്തിൽ സമർപ്പിതമാകുകയും അനേകർക്ക് അത് അനുഗ്രഹമായി ഭവിക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിലെ എല്ലാ വാർത്തകളെയും മംഗളവാർത്തയായി സ്വീകരിക്കുവാനും വിശ്വസ്തയോടെ ദൈവത്തിരിഹിതം നിറവേറ്റുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനായി പ്രത്യാശയോടുകൂടി ഒരുങ്ങുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെ സമർപ്പണം ഒരു അനുഗ്രഹമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതവും അനേകർക്ക് അനുഗ്രഹമായി ഭവിക്കുവാൻ അവിടുത്തെ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.